വന്നിരിക്കുന്ന മീൻകറി ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മീൻകറി ഇഷ്ടമല്ലേ? നമുക്കെന്നാൽ മീൻകറി വീഡിയോയിലേക്ക് പോകാം. രണ്ട് ടൈപ്പ് മീനുകളുണ്ട്. ഏരിയും ചാളയും ഉണ്ട്. ഏരിയാണ് കഴുകി വൃത്തിയാക്കിയിട്ട് ഏരിയാണ് കറി വയ്ക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളെ ഗ്യാസ് സ്റ്റൗവിൽ മീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ അതിലേക്ക് ഉലുവ ചേർക്കുന്നുണ്ട്. എന്നും നമ്മൾ ഉണ്ടാക്കണ മീൻ കറീനേക്കാളും വെറൈറ്റി മീൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് ഇടണേ. ഇനി നമുക്ക് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കത്തി പോവും, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് മുളക് ചേർക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഞങ്ങൾ നേരത്തെയൊക്കെ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾ കാണണം. കണ്ടാൽ പോരാ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കൂടെയും പറയണേ. എല്ലാവർക്കും മീൻകറി ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് ഇടണം, ഇല്ലെങ്കിൽ കത്തിപ്പോകും. ഇനി നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ടേസ്റ്റ് ഇടാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ. ഞാനിപ്പോൾ തീ കുറച്ചിട്ടേക്കാണ്, ഇല്ലെങ്കിൽ കത്തിപ്പോകും. അതുകൊണ്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങ അരിച്ചതാണ് ചേർക്കേണ്ടത്, ഞാൻ മാറിപ്പോയതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ പിന്നെ ആവശ്യത്തിന് എത്രയോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ കൂട്ടിയിട്ടിട്ടുണ്ട്. തിളയ്ക്കാൻ വേണ്ടിയായിട്ട് ഞാൻ തീ കൂട്ടിയിട്ടു. ഇനി നമുക്ക് കുടംപുളി ചേർക്കാം. തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ചുമ്മാ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. കുറച്ച് ഉപ്പിന് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ അതുകൂടെ ചേർത്തു. അപ്പം ഗൈസ്, നമ്മുടെ മീനരപ്പ് റെഡി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. ഓരോന്നായിട്ട് മീൻ കഷ്ണം ഇടാം. ഇപ്പം നമ്മൾ മുക്കി കൊടുക്കുന്നുണ്ട്. മുങ്ങി കടന്നില്ല, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മുക്കി കൊടുത്തു. അപ്പം ഗൈസ്, നമുക്ക് മീൻ കഷ്ണം വേവണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ലതാണ്, സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
എന്നിട്ട് കമൻറ്റ് ഇടണേ. ഈ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും കണ്ടിട്ട് അഭിപ്രായവും പറയണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരണം വരെ എല്ലാവർക്കും ബൈ.